നക്ഷത്രങ്ങൾ മിന്നുന്ന ആകാശം, സംഖ്യകൾ അവിടെ പ്രകാശരേഖകളായി ഒഴുകുന്നു. സംഖ്യകൾ എന്നത് സാധാരണ അക്കങ്ങൾ മാത്രമല്ല, അവ ജീവിതത്തിന്റെ രഹസ്യ ഭാഷയാണ്. നമ്മൾ ജനിക്കുന്ന നിമിഷം മുതൽ തന്നെ നമ്മുടെ ഭാവിയും ഭാഗ്യവും രേഖപ്പെടുത്തുന്ന അദൃശ്യ കോഡ്. ഓരോ സംഖ്യയ്ക്കും ഒരു ശക്തിയുണ്ട്, ഓരോ തീയതികൾക്കും ഒരു സന്ദേശം നമുക്ക് നൽകാനുണ്ട്. നിങ്ങളുടെ ജന്മസംഖ്യ എന്താണ് നിങ്ങളോട് പറയുന്നത്? നിങ്ങളുടെ ജീവിതപാത ഏത് ദിശയിലേക്ക് നീങ്ങുന്നു? ഈ രഹസ്യ ലോകത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. സംഖ്യകൾ സംസാരിക്കുന്ന അത്ഭുത ലോകത്തിലേക്ക്. ജന്മസംഖ്യ പ്രകാരം ഓരോ തീയതികളിലും ജനിച്ചവരുടെ സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിയേണ്ട എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മുൻപ് ഇത് ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കൂടുതൽ പഠനങ്ങളിലൂടെയുള്ള വിശദമായ ഫലങ്ങളാണ്. സംഖ്യ ജ്യോതിഷ ബോധിനി എന്ന ഗ്രന്ഥത്തെയാണ് ഇതിനായി ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ഗവേഷണ നിരീക്ഷണത്തിൽ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. 9 വീഡിയോകളിലായിട്ടാണ് ഇത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ ജന്മസംഖ്യ പ്രകാരമുള്ള വീഡിയോ നിങ്ങൾക്ക് കാണുക. നിങ്ങളുടെയും നിങ്ങളുടെ ബന്ധുക്കളുടെയും ഒക്കെ ഇത്തരത്തിലുള്ള വീഡിയോകൾ കണ്ടിട്ട് അത് മനസ്സിലാക്കി വെച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സംഖ്യാശാസ്ത്ര പ്രകാരം ജന്മസംഖ്യകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയായി കരുതപ്പെടുന്നത് ജന്മസംഖ്യയും വിധിസംഖ്യയുമാണ്. ജന്മസംഖ്യ കണക്കാക്കാനുള്ള രീതി വളരെ ലളിതവും അതിനെ അടിസ്ഥാനമാക്കി പറയാവുന്ന ഫലങ്ങൾ വളരെ വിപുലവുമാണ്. ജന്മസംഖ്യ കണക്കാക്കാനുള്ള രീതി സംഖ്യാ ജ്യോതിഷത്തിൽ ജനിച്ച തീയതിക്കും അതിൽ നിന്നും ലഭിക്കാവുന്ന ജന്മസംഖ്യയ്ക്കും വളരെ പ്രാധാന്യമുണ്ട്. ജനന തീയതികളിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ ജന്മസംഖ്യ ലഭിക്കും. ഉദാഹരണമായി ജനിച്ചത് 18-ാം തീയതിയാണെങ്കിൽ ജന്മസംഖ്യ 8ഉം 1ഉം കൂട്ടുമ്പോൾ കിട്ടുന്ന 9 ആണ്. ജന്മസംഖ്യയും ഗ്രഹവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന പട്ടിക ഒന്ന് പറയാം. ജന്മസംഖ്യ 1 ആണെങ്കിൽ അതിന്റെ അധിപൻ സൂര്യനാണ്. 2ന്റേത് ചന്ദ്രനും 3ന്റേത് വ്യാഴവും 4ന്റേത് രാഹുവും 5ന്റേത് ബുധനും 6ന്റേത് ശുക്രനും 7ന്റേത് രാഹുവും 8ന്റേത് കേതുവും 9ന്റേത് ചൊവ്വയുമാണ്. ഇനി യഥാക്രമം ഓരോ ജന്മസംഖ്യയ്ക്കും പറയപ്പെടേണ്ട ഫലം നമുക്ക് പറയാം. ഇപ്പോൾ നമുക്ക് 4 ജന്മസംഖ്യ ഉള്ളവരുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. 4 ജന്മസംഖ്യയുടെ അധിപൻ രാഹുവാണ്. രാഹുവിൻ്റെതായ ചില പ്രത്യേക സ്വഭാവവിശേഷങ്ങളുണ്ട്. മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള ഒരു വീക്ഷണകോണിൽ നിന്ന് എന്തും നോക്കിക്കാണുന്ന ഒരു സ്വഭാവ രീതിയാണ് രാഹുവിനുള്ളത്. 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം 4 എന്ന ജന്മസംഖ്യ ഉള്ളവരാണ്. ജന്മസംഖ്യ 4 അതിന്റെ അധിപൻ രാഹുവാണ്. സൗഹൃദ സംഖ്യകൾ 4, 5, 6, 8 എന്നിവയൊക്കെയാണ്. അതായത് ബുധൻ, ശുക്രൻ, ശനി, രാഹു എന്നീ ഗ്രഹങ്ങൾ ഇവർക്ക് സുഹൃത് ഗ്രഹങ്ങളാണ്. സമസംഖ്യകളായി പറയുന്നത് 1, 2, 9 എന്നീ സംഖ്യകളാണ്. അതായത് സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ. ശത്രു സംഖ്യകളായി 3ഉം 7ഉമാണ് പറയുന്നത്. വ്യാഴവും കേതുവുമാണ് ശത്രു സംഖ്യകളുടെ ഗ്രഹങ്ങൾ. ഇവർക്ക് ഉത്തമമായി വരുന്ന ജന്മാക്ഷരങ്ങൾ D, M, V എന്നീ അക്ഷരങ്ങളാണ്. അനുകൂല നിറം ചാരനിറമാണ്. അനുകൂല രത്നം ഗോമേതകമാണ്. അനുകൂല ലോഹം ഈയവും പിത്തളയും വെള്ളോടുമാണ്. നമുക്കിനി ഇവർക്ക് യോജിച്ച തൊഴിലുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. വക്കീലന്മാർ, രാഷ്ട്രീയക്കാർ, ടെക്നീഷ്യന്മാർ, ബിസിനസ്സുകാർ, വൈദ്യശാസ്ത്രം, ഗൂഢശാസ്ത്രങ്ങൾ തുടങ്ങിയവ ഇവർക്ക് അനുകൂല തൊഴിലുകളാണ്. നമുക്കിനി 4 ജന്മസംഖ്യക്കാരുടെ സ്വഭാവ വിശേഷങ്ങൾ ഒന്ന് പരിശോധിക്കാം. എന്തിനും എതിര് പറയുന്ന സ്വഭാവക്കാരായിരിക്കും ഇവർ. സൗമ്യമായോ സൗമനസ്യത്തോടു കൂടിയോ ഇവർ സംസാരിക്കുകയില്ല. മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമായ അഭിപ്രായക്കാരാണ് ഇവർ. വാദപ്രതിവാദത്തിൽ എപ്പോഴും എതിർവശം പിടിച്ചു വാദിക്കുകയും ശത്രുക്കളെ സമ്പാദിക്കുകയും ചെയ്യും. ഇവർക്ക് ആരെയും ഭയമില്ല, ഒന്നിലും കൂസലുമില്ല. വെട്ടൊന്ന് 2 തുണ്ടം എന്ന മട്ടിലായിരിക്കും ഇവരുടെ സംസാര രീതി. മനസ്സിൽ തോന്നുന്നത് വെട്ടിത്തുറന്നു പറയും. ആരോടും കയർത്ത് സംസാരിക്കുകയും ചെയ്യും. ജീവിതാരംഭത്തിൽ ഇങ്ങനെ കർക്കശ സ്വഭാവക്കാരായിരിക്കുമെങ്കിലും അനുഭവ പാഠങ്ങളും ലോകപരിചയവും വർദ്ധിക്കും തോറും സ്വഭാവത്തിന് അയവ് വരാറുണ്ട്. എന്നിരുന്നാലും പ്രകൃത്യാ വിമർശന സ്വഭാവക്കാരാണ് ഇവർ. എല്ലാവരും വന്ദിക്കുന്നതിനെ ഇവർ നിന്ദിക്കുന്നതാണ്. അതിനു തക്ക ന്യായവും ഇവർ കണ്ടുവച്ചിട്ടുണ്ടാകും. അഭിനന്ദനം ഇവരിൽ നിന്നും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നിരുന്നാലും ആർദ്ര ഹൃദയരായിരിക്കും ഇവർ.
എല്ലാവർക്കും കൊടുത്തു പോകും. തന്മൂലം ശത്രുക്കളെ പോലെ മിത്രങ്ങൾക്കും ഇവർക്ക് കുറവുണ്ടാകില്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയുമില്ല. കഥകളും മതഗ്രന്ഥങ്ങളും ഇവർക്ക് പഥ്യമാണ്. ഏത് കാര്യവും പൂർണ്ണമായി ഗ്രഹിക്കുവാൻ ഇവർ തൽപരരായിരിക്കും. അധികാരം ഇവരുടെ കയ്യിൽ കിട്ടിയാൽ എത്ര ശക്തിയായ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് ഒരു സമൂല പരിവർത്തനം തന്നെ ഇവർ സൃഷ്ടിക്കുന്നതാണ്. അത്ര കണ്ട് സ്വേച്ഛാപ്രമത്തരായിരിക്കും ഇവർ. ആര് പറയുന്നതും ഇവർ അനുസരിക്കുകയില്ല. എല്ലാവരും തങ്ങൾ പറയുന്നത് തെറ്റും ശരിയും നോക്കാതെ അനുസരിച്ചു കൊള്ളണമെന്നും വളരെ നിർബന്ധമുണ്ട്. മുറയനുസരിച്ച് ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യനായി തന്നെ ലോകം നോക്കിക്കാണണമെന്നാണ് ഇവരുടെ ആഗ്രഹം. അതുകൊണ്ട് പണത്തിലും പ്രസിദ്ധിയിലും ഇവർക്ക് വലിയ താല്പര്യങ്ങൾ ഉണ്ടാകുകയില്ല. വലിയ ബദ്ധപ്പാട് കൂടാതെ വിജയം സുനിശ്ചിതമാണെന്നുള്ള ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇവർ ഇടപെടുകയുള്ളൂ. പൊതുവെ വളരെ പെട്ടെന്ന് വികാരാധീനരായി തീരുന്നവരാണ് ഇവർ. വിഭവസമൃദ്ധമായ ഭക്ഷണം ഇവർക്ക് പരമപ്രധാനമാണ്. ഓരോ ചില്ലിക്കാശിനും ഇവർ പരമാവധി പ്രയത്നിക്കേണ്ടി വരും. എന്നിരുന്നാലും പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ ഇവർക്ക് ഒരു മടിയും ഉണ്ടാകുകയില്ല. കാശു കയ്യിൽ കിട്ടിയാൽ കാണുന്ന കൗതുക വസ്തുക്കളെല്ലാം ഇവർ വാങ്ങി ശേഖരിക്കും. ജീവിതോത്കർഷത്തിന് ഇവർക്ക് തീവ്ര മോഹമുണ്ടായിരിക്കും. എന്നാൽ പ്രായം വർദ്ധിക്കുന്തോറും ക്രമേണ ഭൗതിക സുഖ വിരക്തിയും ആത്മീയ കാര്യങ്ങളിൽ ആസക്തിയും ഉണ്ടാകും. ഏത് കാര്യത്തിലും നാവിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഇവർക്ക് ജീവിതോത്കർഷം ഉണ്ടാകുന്നതാണ്. നമുക്ക് 4 ജന്മസംഖ്യയുള്ളവരുടെ ശരീരപ്രകൃതി ഒന്ന് പരിശോധിക്കാം. ഇവരിൽ അധികം പേരും പൂർണ്ണിച്ച ശരീരമുള്ളവരായിരിക്കും. ഇടത്തരം പൊക്കമായിരിക്കും. വട്ടമുഖവും ശിരസും കുഴിഞ്ഞ കണ്ണുകളും ഉള്ളവരായിരിക്കും. ഇവരുടെ ആരോഗ്യ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അജീർണം തുടങ്ങിയ ഉദരവ്യാധികൾ പിടിപെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആഹാര കാര്യത്തിൽ ക്രമീകരണം ആവശ്യമാണ്. ചികിത്സ കൊണ്ട് ഭേദപ്പെടുത്താവുന്ന രോഗങ്ങൾ മാത്രമേ ഇവരെ ബാധിക്കുകയുള്ളൂ. മൂത്രസംബന്ധമായ അസുഖം, ഹൃദ്രോഗം, ബുദ്ധിഭ്രംശം കൂടാതെ കണ്ടുപിടിക്കാൻ കഴിയാത്ത രോഗവും വരാവുന്നതാണ്. 13, 22, 31, 40, 49, 58, 67, 76, 85 എന്നീ വയസ്സുകളിൽ ഏതിലെങ്കിലും ഒരു തരത്തിൽ ആരോഗ്യ സംബന്ധമായി പ്രധാനമായ ഒരു മാറ്റം ഇവർക്ക് സംഭവിച്ചേക്കാം. മാംസഭക്ഷണവും മസാലയും വർജിക്കുന്നത് നല്ലതാണ്. രാത്രിയിൽ ഒട്ടും തന്നെ ഉറക്കമൊഴിയാൻ പാടില്ല. ഉറക്കമൊഴിയേണ്ടുന്ന ജോലിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ ആ ജോലി ഉപേക്ഷിക്കേണ്ടതാണ്. 4 ജന്മസംഖ്യയായിട്ടുള്ളവരുടെ ദാമ്പത്യ ജീവിതം ഒന്ന് പരിശോധിക്കാം. ഇവർക്ക് 1 ജന്മസംഖ്യയുള്ളവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാവുന്നതാണ്. തന്നെ അനുസരിച്ച് ജീവിക്കുന്ന ഇണയാണ് വേണ്ടതെങ്കിൽ 8 ജന്മസംഖ്യയുള്ള സ്ത്രീയെ തിരഞ്ഞെടുക്കണം. സന്താന ഭാഗ്യമുണ്ട്. ഇവർ ധൂർത്തരാകയാൽ 6 ജന്മസംഖ്യയുള്ളവരെ സ്വീകരിച്ചാൽ മാത്രമേ സാമ്പത്തിക ഭദ്രത ഉണ്ടാകുകയുള്ളൂ. ഭാര്യ ഭർത്താക്കന്മാർ ഈശ്വര ഭക്തിയുള്ളവരായിരിക്കും. ദാമ്പത്യ ജീവിതം മാതൃകാപരമായിരിക്കും. ഇവരുടെ തൊഴിൽ എന്തൊക്കെയാണെന്ന് കൂടുതൽ വിശദമായി ഒന്ന് നോക്കാം. ജ്യോത്സ്യം, മനോവശ്യം, മന്ത്രവാദം തുടങ്ങിയ ഗുപ്ത ശാസ്ത്രവിദ്യകളിൽ പ്രാവീണ്യമുണ്ടാകാൻ ഇടയുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉയർന്ന പദവി വഹിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചാൽ സ്ഥാനമാനങ്ങൾ സിദ്ധിക്കുന്നതാണ്. പത്രപ്രവർത്തനവും പുസ്തക പ്രസിദ്ധീകരണവും വിജയിക്കും. ഭക്ഷണശാലകളും വിശ്രമ സങ്കേതങ്ങളും നടത്തി പണം സമ്പാദിക്കാനും സാധ്യതയുണ്ട്. ലേഖനമെഴുത്തും പ്രസംഗവും ഇവരെ പ്രശസ്തരാക്കും. വൈദ്യവൃത്തിയിലും വിജയിക്കും. ശാസ്ത്ര സാങ്കേതിക ജ്ഞാനം സമ്പാദിക്കുന്നതാണ്. ഡോക്ടറോ എഞ്ചിനീയറോ ആകാനും സാധ്യതയുണ്ട്. ഏത് തൊഴിലിൽ ഏർപ്പെട്ടാലും കൈത്തൊഴിൽ രംഗമാണ് ഇവർക്ക് ഏറ്റവും യോജിച്ചത്. വ്യവസായ രംഗത്ത് വിജയം കൈവരിക്കുന്നതാണ്. പണമിടപാടുകൾക്ക് സമർത്ഥരും വിശ്വസ്തരുമായിരിക്കും ഇവർ. ചിട്ടി, ബാങ്ക് മുതലായ ബിസിനസ്സുകൾക്കും അനുകൂലമാണ് ഇവരുടെ കഴിവുകൾ. 4 ജന്മസംഖ്യയിൽ ജനിച്ച പ്രശസ്ത വ്യക്തികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അമേരിക്കയിലെ ആദ്യത്തെ പ്രസിഡന്റായ ജോർജ് വാഷിംഗ്ടൺ, സ്കൗട്ട് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ബേഡൻ പവൽ, ഇംഗ്ലീഷ് സാഹിത്യകാരനായ ജോർജ് എലിയട്ട്, ശാസ്ത്രജ്ഞനായ മൈക്കൽ ഫാരഡെ, ചിന്തകനായ ഫ്രാൻസിസ് ബേക്കൻ, ദാർശനികനായ ഇമാനുവൽ കാന്റ്, ഷെർലക് ഹോംസ് എന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടാവായ ആർതർ കോനൻ ഡോയൽ, സരോജിനി നായിഡു തുടങ്ങിയവർ 4 ജന്മസംഖ്യയിലാണ് ജനിച്ചത്. സംഖ്യകൾ നിങ്ങളോട് പറഞ്ഞ കഥ അത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം പകരട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇനിയും
ഇത്തരത്തിലുള്ള രഹസ്യ അറിവുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം ഇതുപോലുള്ള മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതിനായി നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ എന്ന് ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. നിങ്ങളുടെ ജന്മസംഖ്യ ഒന്ന് കമന്റിൽ പങ്കുവയ്ക്കൂ. ഓർമ്മിക്കുക, ജീവിതം ഒരു സംഖ്യകളുടെ സംഗീതമാണ്. അതിന്റെ താളം മനസ്സിലാക്കിയാൽ വിജയം നിങ്ങളുടേത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോകളുമായി കാണാം സംഖ്യകളുടെ മറ്റൊരു അത്ഭുത യാത്രയിൽ. നന്ദി, നമസ്കാരം, ശുഭദിനം.